ആദ്യ സിനിമയ്ക്ക് ശേഷം വന്ന കുറെ പ്രൊജക്ട്സ് കുറെയൊക്കെ ഷെൽവഡ് ആയി പോയിട്ടുണ്ട്. അതിനെങ്ങനെയാ ഉൾക്കൊണ്ടത്? അത് പ്രായം 18-19 ഒക്കെ അല്ലേ? അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിട്ടൊന്നുമില്ല. ബിക്കോസ് ആ സമയത്തൊക്കെ ഐ ജസ്റ്റ് തോട്ട് ദറ്റ് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ആൻഡ് അത് പ്രോബബ്ലി നല്ലതിനായിരിക്കും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റാണ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. വർക്കിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ഒരു ഡിജക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻ ഫോർ റീസൺ. പിന്നീട് നമുക്ക് വെൻ ബെറ്റർ തിങ്സ് ആർ ഡെലിവേർഡ് ടു യു നമുക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ ദിസ് ഡിഡ്ന്റ് ഹാപ്പൻ ബിക്കോസ് ദിസ് ഹാഡ് ടു ഹാപ്പൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് വിഷമങ്ങളോ ബുദ്ധിമുട്ടോ കംപ്ലൈൻസ് ഒന്നുമില്ല. ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല തുടക്കത്തില്. അതുകൊണ്ടാണ് ഇപ്പൊ മേക്കിംഗ് ക്വാളിറ്റിയിൽ പോലും നോക്കുമ്പോൾ പോലും അത്ര നല്ല രസത്തിലല്ലാത്ത കുറച്ച് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഇതെന്താ ഇങ്ങനെ ഇതിലാണോ കുട്ടി കൊണ്ടുപോയി തലവെക്കുന്നത് എന്നൊക്കെ തോന്നുന്ന അങ്ങനെ കമന്റ്സ് വരുന്ന ചിത്രങ്ങൾ. അതൊരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് അറിയില്ല ഇൻഡസ്ട്രി, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആണ്. എനിക്ക് അറിയാവുന്ന ആരും ഉണ്ടായിരുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ ആ സമയത്ത്. ആൻഡ് ഈ പറയുന്ന പോലെ ഒരു മെന്റോർ എന്നുള്ള രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹൗ ദിസ് വർക്ക്സ്, ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. സോ അതൊക്കെ ഞാൻ എൻ്റെ ആ പ്രായത്തിലെടുത്ത ഡിസിഷൻസ് ആണ് അതൊക്കെ. സോ ഡെഫിനറ്റ്ലി പാളിയിട്ടുണ്ട്. ആൻഡ് ബട്ട് അതിന്നാണല്ലോ നമ്മൾ പഠിക്കുക. ആൻഡ് ഐ ഹവ് ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിച്ചതാണ്. സോ ഐ ഫീൽ ലൈക്ക് അതെനിക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ധനുഷിന്റെ കൂടെ വർക്ക് ചെയ്ത അണ്ടർ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ, അദ്ദേഹത്തെ ഒരു വലിയ ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നത്. കാരണം ഇത്രയും പടങ്ങൾ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ലീഡ് ഹീറോ, ഒരു സൂപ്പർ സ്റ്റാർ അപ്പുറത്ത് ഡയറക്റ്റ് ചെയ്യുന്നു, എഴുതുന്നു, അതിൽ ഏറ്റവും അധികം ഇൻവോൾവ്ഡ് ആണ്. ധനുഷിന്റെ അവിടെ നിന്ന് ഒരു കോൾ വരുന്നു, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് എന്താ നീക്ക് തന്നിട്ടുള്ള ഒരു ഗിവ് അവേ? ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ചെയ്തൊരു ഫിലിമാണ് നീക്ക്. കമ്മിറ്റ് ചെയ്തതല്ല കേട്ടോ, കമ്മിറ്റ് ചെയ്തത് ഒരുപാട് മുന്നെയാണ്. ഷൂട്ട് തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് 6 to 8 months ഓഫ് ടൈം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് മലയാളത്തിൽ നിന്നൊരു ഫിലിമിന്റെ റീസെന്റ് റിലീസായ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമിന്റെ ഓഫർ വന്നിരുന്നു. ഓഡിഷന് വിളിച്ച് ഞാൻ ഓഡിഷനൊക്കെ പോയി. ഞാൻ എപ്പോഴും ഓഡിഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. ശരിയായോ ശരിയായില്ലേ എന്ന് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ ദിസ് വാസ് ദ ഫസ്റ്റ് ഓഡിഷൻ ഇൻ മൈ ലൈഫ് ദാറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാനത് തകർത്തു എന്നുള്ള ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എൻ്റെ കൂടെ എന്നെ അക്കമ്പനി ചെയ്ത ചേച്ചി ആയിരുന്നെങ്കിലും മോളെ നിനക്കത് കിട്ടും ഉറപ്പാണ്, നീ അത്ര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്നൊരു ഓഡിഷനാണത്. ആൻഡ് ഭയങ്കര അടിപൊളി ഒരു ക്രൂവിൻ്റെ കൂടെയുള്ള ഫിലിമായിരുന്നു. അപ്പോൾ അതൊരു വിത്തിൻ 3 days എനിക്ക് കോള് വരികയും ചെയ്തു, സെയിങ് പ്രിയ ഇന്നാണ് എന്ന് പറഞ്ഞിട്ട്. ഇന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എനിക്ക് അങ്ങനെ സംഭവം കിട്ടാന്നുള്ളതിനെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതും ഞാൻ ഓഡിഷൻ ചെയ്ത് ഓഡിഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നിരുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് ഐ ഗോട്ട് റീപ്ലേസ്ഡ് ഇൻ ദാറ്റ് ഫിലിം. അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 3-4 days മുന്നെയാണ് ഞാൻ അറിയുന്നത്. കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ സിനിമ തഴയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എന്താണെന്നുള്ളത്. യൂഷ്വലി നമ്മൾ പ്രിപ്പയർഡ് ആണ് റിജക്ഷൻസ്. ഇപ്പോൾ ഓഡിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഡിഷനെ പറ്റി മറക്കുക, അതായത് വരുമോ വരില്ല എന്നുള്ളത് മറക്കുക. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും ഇരിക്കാറ്. അപ്പൊ ഇത് അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ടും, യുനോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ബിഗ് പ്രോജക്റ്റ് എന്നുള്ളതൊക്കെ. അത് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് മുന്നേ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ റീപ്ലേസ് ആയി എന്ന് അറിഞ്ഞപ്പം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓൾസോ എന്താ പറയാ പടത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒരു 5 to 6 days ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഫുള്ളി പ്രെപ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ റീപ്ലേസ് ആവുന്നത്. അപ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷമാണോ? യെസ്, കഴിഞ്ഞ വർഷമാണ്. സംവെയർ അറൗണ്ട് ദാറ്റ് ടൈം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീക്കിന്റെ ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ ഫുള്ളി സെൽഫ് ഡൗട്ടിലാണ്. ഇവരെന്താണ് എന്നെ മാറ്റിയത് എന്നുള്ളൊരു
കംപ്ലീറ്റ്ലി ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നീക്കിൻ്റെ ഷൂട്ടിന് പോകുന്നത്. നീക്കിൻ്റെ ഷൂട്ടിന് പോയ സമയത്ത് ധനുഷ് സാർ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സെക്കൻഡ് സ്കെഡ്യൂളാണ് കേട്ടോ. ഫസ്റ്റ് സ്കെഡ്യൂൾ ഒരു 3 days ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് സ്കെഡ്യൂളിന് പോകുന്നത്. സെക്കൻഡ് സ്കെഡ്യൂളിന് പോയപ്പം ധനുഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൽ ഐ ഗോട്ട് റിപ്ലേസ്ഡ്, ബട്ട് അതിൻ്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് എഡിറ്ററിനെ വിളിച്ച് സാർ എൻ്റെ കൂടെ ഇരുന്നിട്ട് അതുവരെ എൻ്റെ ഷൂട്ട് ചെയ്ത പോർഷൻസ് വിത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. സാർ പറഞ്ഞു, ഞാനിത് ആർക്കും വേണ്ടി ചെയ്യാറില്ല, പക്ഷേ പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നു. കാണിച്ചു തന്നിട്ട് സാർ പറഞ്ഞു, ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എൻജോയ് ചെയ്തു വാച്ചിങ് യു ഓൺ സ്ക്രീൻ. ലൈക്ക് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ചിരി വരുന്നുണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ആൻഡ് യു ആർ എ വെരി ഗുഡ് പെർഫോമർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ആൻഡ് ഹീ ടോൾഡ് മീ ഹിസ് എക്സ്പീരിയൻസസ്. ഒരു പടത്തിൽ റീപ്ലേസ് ആയിട്ട് അടുത്ത പടത്തിൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അവാർഡ് കിട്ടി. ഇതൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്, സംതിങ് ബെറ്റർ ഇസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ യു. അതുകൊണ്ടാണ് അത് സംഭവിക്കാണ്ടിരുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ടിൽ നിന്നിരുന്നൊരു സമയത്താണ് ധനുഷ് സാർ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. ഒരു പുള്ളിയുടെ കാലിബറിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനോ ലോ ആയിരുന്നോട്ടെ, എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഈസ് ധനുഷ് സർ. അപ്പം എനിക്ക് ആ പടത്തിലാണെങ്കിലും നീക്കിലാണെങ്കിലും എനിക്ക് അഭിനയിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത്. കാരണം അത്രയും വലിയൊരു ആക്ടറിന് ഹാഡ് സോ മച്ച് ഫെയ്ത്ത് ഇൻ മീ. കാരണം ധനുഷ് സാർ യൂഷ്വലി ധനുഷ് സാറിൻ്റെ ആർട്ടിസ്റ്റിന് ചെയ്ത് കാണിച്ചു കൊടുക്കും, പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കും, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ബട്ട് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയയ്ക്ക് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരില്ല, ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചു തരില്ല, എനിക്ക് പ്രിയയുടെ സ്റ്റൈൽ എന്താണോ അതാണ് വേണ്ടത് ഇൻ ദ ഫിലിം. ദാറ്റ് ഈസ് വാട്ട് പ്രീതി ഈസ് ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിലും വലുതായിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹി ഹാഡ് കോൺഫിഡൻസ് ഇൻ മീ, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ മീ. നിന്റെ സ്റ്റൈലിൽ എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് അത് മതി എന്നുള്ളൊരു സ്പേസ്. സോ ദാറ്റ് വാസ് സ്നീക്ക് ഫോർ മീ. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ അതിലിങ്ങനെ മറ്റേ എന്തൊക്കെയാണ് ജീവിതം, എന്തൊക്കെയാണ് ഈ ഹോം മേക്കർ ആണെങ്കിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്. അത് പറയണതും അതുപോലെ തന്നെയാണല്ലോ, ഇത് കഴിഞ്ഞ് ഒക്കെ സ്വന്തം ഇതാണല്ലോ, സ്വന്തം ഇംപ്രവൈസേഷൻ ആണ്. ഡയലോഗ്സ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സാർ അതും നമ്മൾ ഓൺ ദി സ്പോട്ടാണ് കേട്ടോ ഇംപ്രവൈസ് ചെയ്യുക. ചെയ്ത 2 തമിഴ് ഫിലിംസിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് സൈഡ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അപ്പം ഇരുന്നത് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഭയങ്കര ക്വിക്കായിട്ടാണ്. ധനുഷ് സാർ തന്നെയാണ് വന്ന് പറയാം, ഓക്കെ ഇതാണോ അതാണോ ചോദിക്കുക, ഇതാണോ ചോദിക്കുക. അപ്പൊ അതിനൊന്നും സൈഡ്സ് ഇല്ല. അപ്പം അതൊക്കെ സാറ് വന്ന് അപ്പം പറഞ്ഞു തരുന്നത് അപ്പം ചെയ്യാന്നുള്ളതാണ്.